APJ അബ്ദുൽ കലാമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ നൂറ്റാണ്ടിലെ വസന്തമാണ് ഡയറക്ട് മാർക്കറ്റിംഗ്. ഈ നൂറ്റാണ്ടിലെ വസന്തമാണ് ഡയറക്ട് മാർക്കറ്റിംഗ്. ഇത് തട്ടിക്കളഞ്ഞാൽ നിങ്ങൾ ഈ വസന്തം തട്ടിക്കളയുകയാണ്. പരമദരിദ്രന്മാർക്ക് ധനികന്മാരായി മാറാൻ ഇത്ര മൂല്യമുള്ള ഒരവസരം വേറെയില്ല. കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മുടെ കണ്ണിനോടി മങ്ങും, കാലിന് നീര് വരും. അപ്പോൾ നമ്മൾ നീറി വേദനിക്കുന്നത് ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കില്ല, ചെയ്യാൻ കഴിയാതെ പോയ പ്രവൃത്തിയെക്കുറിച്ച് നീറി വേദനിക്കും. ചില ആളുകളുടെ ഒരു സംശയം എന്ന് വെച്ചാൽ നെറ്റ്വർക്ക് മാർക്കറ്റിൽ വന്നാൽ ഒരു പണിയെടുക്കണ്ട, വെറുതെ പൈസ കിട്ടുന്ന. ചില ആൾ പറയും ഒടുക്കത്തെ പണിയാണ്. ഇത് രണ്ടിനിടയിലാണ്. ചില വിദ്വാന്മാരുണ്ട്, എൻ്റെ അപ്പയും കരുത്തനാണ്, പുലിയാണ്, അതുകൊണ്ട് എൻ്റെ ടീം കരുത്തുള്ളതാണ്, അതുകൊണ്ട് ഞാൻ വെറുതെ എന്നാലും പൈസ കിട്ടും. താഴെയുള്ളവൻ പുലിയാണ്, താഴെയും മേലെയുള്ളവൻ കരുത്തുണ്ട്, അതുകൊണ്ട് എനിക്ക് വലിയ വിശ്വാസമൊന്നും വേണ്ട, എനിക്ക് വലിയ അറിവും വേണ്ട, ഞാനൊന്നും ചെയ്യണ്ട. നടക്കില്ല മക്കളെ. താഴെയുള്ളവൻ കരുത്തുള്ളതായതുകൊണ്ടോ മേലെയുള്ളവൻ പുലി ആയതുകൊണ്ടോ ടീം ശക്തമായതുകൊണ്ടോ നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടണമെങ്കിൽ നിങ്ങളും അതോടൊപ്പം കരുത്തുണ്ടാക്കണം. ചെയ്യുന്നത് ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത് ചെയ്യണം. സംസാരിക്കുന്നുണ്ടെങ്കിൽ ഹൃദയം കൊണ്ടായിരിക്കണം. ഹൃദയത്തിന് സ്വാധീന ശക്തിയുണ്ട്. ചിറകില്ലെങ്കിലും പറക്കാനുള്ള കഴിവ് ഹൃദയത്തിനുണ്ട്. അപ്പൊ ഹൃദ്യമായിരിക്കണം. പലപ്പോഴും നമ്മൾ പുറമോടി കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് റിസൾട്ട് കുറവായിരിക്കും. സോ വളരെ ശക്തമായി ഏറ്റെടുത്ത് ചെയ്യുക എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. നമ്മുടെ മൂർത്തമായ ലക്ഷ്യത്തിന് വേണ്ടി ഓടാൻ തുടങ്ങണം. നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒരു കക്ഷിക്കും കഴിയില്ല. നിങ്ങളെ വീടിന് വേണ്ടി, ഒറ്റവർക്ക് വേണ്ടി. ആ ഓട്ടമാണ് നിങ്ങളെ വിജയിപ്പിക്കുന്നത്. അത് മനസ്സിൽ സ്ഥാപിക്കണം. ഒരാളും മറ്റൊരാളുടെ വിജയം പൂർണ്ണമായിട്ട് അംഗീകരിക്കില്ല. എന്തെങ്കിലും ഒരു കുഴപ്പം പറഞ്ഞേക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ, ഒരു കുട്ടി SSLCക്ക് ഫുൾ A+ വാങ്ങി ഒരു ലഡു ഒക്കെ കൊടുത്ത് ആളുകളെ സന്തോഷിപ്പിക്കുമ്പോൾ പറയും നല്ല ലഡുവാ, നല്ല കുട്ടിയാ, ഫുൾ A+. അവസാനം പറയും ചിലപ്പം കോപ്പി അടിച്ചായിരിക്കും. എന്തെങ്കിലും ഒരു പോറലം കിട്ടേക്കും. ഗൾഫിൽ പോയിട്ട് 5-10 വർഷം അല്ലെ 10-15 വർഷം പണിയെടുക്കുന്ന പ്രവാസിയുണ്ട്. 8ാമത്തെ നിലയിലൊക്കെ 5-10 ആളുടെ റൂമിൽ തിങ്ങി നിറഞ്ഞി കിടക്കുമായിരിക്കും, ഷെയർ ചെയ്തിട്ട്. നല്ല ഭക്ഷണം കഴിക്കാതെ തൈരും കുബൂസും ഒക്കെ കഴിച്ചിട്ടായിരിക്കും ജോലി ചെയ്യുന്നത്. 10-15 വർഷം കഴിഞ്ഞ് വരുമ്പോൾ നാട്ടുകാരെയൊക്കെ സന്തോഷിപ്പിക്കാൻ അതേ ഹൗസ് വാമിങ്ങിനോ ഭക്ഷണമൊക്കെ കൊടുത്താൽ എന്താ പറയുക, നല്ല വീട്, നല്ല ഭക്ഷണം, ചിലപ്പോൾ അറബീനെ മാറ്റി കൊണ്ടുവന്നായിരിക്കും. അവസാനം ഒരു തോണ്ടലൊടുക്കും. നമ്മളെ കളിയാക്കുന്നവർ, നമ്മളെ അവഹേളിക്കുന്നവർ, നമ്മളെ മാറ്റി നിർത്തുന്നവർ നമുക്ക് മുന്നിൽ വിനീതരായിട്ട് വരും, വിധേയരായിട്ടും വരും. നമുക്ക് കമ്മിറ്റ്മെന്റ് മാറ്റിയിട്ടുണ്ടെങ്കിൽ വിജയിച്ചുകൊണ്ട് പ്രതികരിക്കണം. നമ്മൾ തർക്കത്തിൽ ഏർപ്പെടരുത്. തർക്കം പരാജയമാണ്. തർക്കത്തിൽ നമ്മൾ വിജയിച്ചാലും തർക്കത്തിൽ ഏർപ്പെടുന്നവൻ നമുക്ക് നഷ്ടമാകും. വിജയിച്ച് കൈ കൊടുക്കുക, അത് മാത്രമേ ഉള്ളൂ. ചവിട്ടി തേക്കാൻ എളുപ്പമാണ്, പക്ഷെ അത് വടവൃക്ഷമായാൽ